ഹായ്, ഞാൻ അപ്സ കേറജി. നിങ്ങൾക്ക് അറിയായിരിക്കും. എടേ, ഞാനും ഇൻസ്റ്റഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലോട്ട് അരി മേടിക്കാൻ തന്നെയാ. ഞാൻ മാനം കെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ തന്നെ ഒരു 80 ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലറാക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാകുന്നു. ഞാൻ കുടുംബം തകർത്തെന്ന് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലേ, എന്നിട്ടും അയാൾ എന്താ പുറത്തു വരാത്തെ? അയാൾക്കറിയാം അയാൾ ചെയ്തത് പോക്കത്തരാണെന്ന്. നിങ്ങൾ എന്നെ പിഴയെന്ന് വിളിച്ചല്ലേ. ഒരു കാര്യം ആലോചിച്ച് നോക്ക്, നാളെ എന്നെ പോലെ ഒരുത്തി റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അവര് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവർ കേസിന് പോകുവോ ഇല്ലയോ? എന്തുകൊണ്ടാണ് ആ തക്ക സമയത്ത് പ്രതികരിക്കാതിരുന്നത്? ആ ബസ്സിലെ കണ്ടക്ടർ ഇല്ലായിരുന്നോ? അയാൾക്ക് എന്താ വിവരം അറിയിക്കാതിരുന്നത്? അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ നീ എന്താ പ്രതികരിക്കാതിരുന്ന? ആ അപ്പച്ചനോട് മുഖത്ത് നോക്കി പറഞ്ഞുകൂടായിരുന്നോ, എനിക്കിത് ശരിയാവുന്നില്ല, നിങ്ങൾ ഇവിടുന്ന് എണീറ്റ് പോകും, അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോട്ടെ എന്ന് പറയാറുന്നല്ലോ. ഇനി അതിലൊക്കെ അപ്പുറത്തേക്ക് എന്തിനാണ് ഇത്രയും സത്യസന്ധത അപ്പച്ചനോട് കാണിക്കുന്നത്? അത്രയും തെറ്റ് ചെയ്ത ഒരു അപ്പച്ചനാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ മുഖം നീ ബ്ലർ ചെയ്ത് വെപ്പിച്ചിരിക്കുന്നത്? അപ്പൊ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് മോളെ ഇതിനുള്ള പണി കിട്ടുമെന്ന് കൃത്യമായിട്ട് ആലോചിച്ചിട്ട് വേണം. കുറച്ചുപേര് ചേർന്നിട്ട് ഇതിനെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതും കൂടി നീ ഇന്ന് ഈ ഫേസ് ചെയ്തിട്ട് നല്ല രീതിക്ക് വൈറലാവാൻ പറ്റും കേട്ടോ. നാണം കെട്ട ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്ന ഇവളെയൊക്കെ വൈറലാക്കാതെ പിടിച്ചങ്ങ് എയറിലാക്കണം. ഇതുപോലെയുള്ളവൾമാർ കാരണം നല്ല സ്ത്രീകൾക്കും കൂടിയാണ് ചീത്തപ്പേര് കേൾക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന്. ഏതൊരു പാവപ്പെട്ടവും പോയിട്ട് അവളുടെ കെണിയിൽ വീഴുകയും ചെയ്തു. കൊറോണ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു, എന്നിട്ടും ചേച്ചി മുഖത്തു നിന്ന് മാസ്ക് ഊരിയിട്ടില്ല. പക്ഷെ കോമഡി അതൊന്നുമല്ല, ചേച്ചി ഈ വീഡിയോയിൽ മാത്രമേ മാസ്ക് ഇട്ടിട്ടുള്ളൂ. ചേച്ചിയുടെ അക്കൗണ്ടിലെ ബാക്കിയുള്ള ഒരു വീഡിയോസിലും ചേച്ചി മാസ്ക് ഇട്ടിട്ടില്ല. അതിനർത്ഥം ഇത് ഇവൾ കരുതിക്കുട്ടി മനഃപൂർവ്വം റീച്ച് ഉണ്ടാക്കാൻ ചെയ്ത പരിപാടിയാണ്. ഇവൾക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല കാറിലും കയറി പോയാൽ പോരെ, എന്തിനീ KSRTCയിൽ കയറാൻ നിൽക്കണം? ഈ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ട് എന്ത് തേങ്ങ കിട്ടാനാണ്?